ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ കാലദീപം വചനധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകമാണ്. പഴയ നിയമം എസ്തേറിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് അഹശ്വേരോസ് രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിലൂടെ രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന ദൈവം തമ്പുരാൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കാമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നു. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അഹശ്വേരോസ് രാജാവ് ഒരു ദിവസം രാത്രിയിൽ അസ്വസ്ഥനായി ഉറക്കം നഷ്ടപ്പെട്ടവനായി രാജധാനിയിൽ ഉലാത്തുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അസ്വസ്ഥത ദിനവൃത്താന്ത പുസ്തകം തുറക്കുവാനിടയായി. ആ കാലഘട്ടം ഇന്നത്തെ പോലെയുള്ളൊരു കാലമല്ലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്രകാരം ദിനവൃത്താന്ത പുസ്തകം തുറന്നു വായിക്കുവാനുള്ള ഒരു സാധ്യതയും ടെക്നോളജിയുടെ അതിപ്രസരത്തിൽ ഉണ്ടാകുന്നില്ല. ദിനവൃത്താന്ത പുസ്തകം എന്തെന്ന് ചെറുതായി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഡെയിലി റിപ്പോർട്ടുകൾ കുറിച്ചു വയ്ക്കുന്ന ഒരു ഡയറിയാണ് ദിനവൃത്താന്ത പുസ്തകം. അത് രാജാക്കന്മാർ വളരെ കാര്യക്ഷമമായും വളരെ ശ്രദ്ധാപൂർവവും ഓഫീസേഴ്സിനെ കൊണ്ട് അത് എല്ലാ ദിവസവും രേഖപ്പെടുത്തിയിരുന്നു. ഡെയിലി കൊട്ടാരത്തിൽ എന്ത് നടന്നു, രാജാവിനെ ആരൊക്കെ സഹായിച്ചു, രാജാവിൻ്റെ കൂടെ ആരൊക്കെ നിന്നു, രാജാവിനെ ആരൊക്കെ കൈയൊഴിഞ്ഞു, എന്തൊക്കെയാണ് ആ കൊട്ടാരത്തിൽ അന്ന് നടന്നത്, അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ സംഭവങ്ങളും ദിനവൃത്താന്ത പുസ്തകത്തിലെ ഓരോ പേജുകളിലും രാജാക്കന്മാർ എഴുതി സൂക്ഷിക്കും. ഇങ്ങനെ ഉറക്കം വരാതെ അസ്വസ്ഥനായി അഹശ്വേരോസ് രാജാവ് നടക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ പോലെ മാറി മാറി മായാ കാഴ്ചകൾ കാണുന്ന റീൽസോ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്നുമില്ലാത്തത് കൊണ്ട് ഉറക്കം വരാത്ത രാജാവിന് തൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥത മാറ്റുവാൻ മുമ്പിലുണ്ടായിരുന്ന ഏക പോംവഴി ദിനവൃത്താന്ത പുസ്തകം വായിക്കുക എന്നതായിരുന്നു. ഇവിടെ 2-ാം വാക്യം 6-ന്റെ 2 തൻ്റെ പരിചാരകരോട് പറയുന്നുണ്ട്, ദിനവൃത്താന്ത പുസ്തകം പെട്ടെന്ന് കൊണ്ടുവരിക, അതെന്നെ വായിച്ച് കേൾപ്പിക്കുക. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരുപാട് പേജുകൾ ഉണ്ടായിരുന്നെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേക ആലോചന പ്രകാരം പരിചാരകൻ തുറന്നു വായിച്ച ഭാഗം മൊർദെഖായി രാജാവിനെ സഹായിക്കുന്ന ഭാഗമാണ്. അവിടെ ഇപ്രകാരം എഴുതി വയ്ക്കുന്നു. 3-ാം വാക്യം 2-ാം വാക്യം, രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ ബിഗ്ദാനായും തേരശും രാജാവിനെ കയ്യേറ്റം ചെയ്യുവാനായിട്ട് നടത്തിയ രഹസ്യ നീക്കങ്ങളെ മറ്റൊരു കാവൽക്കാരനായിരിക്കുന്ന മൊർദെഖായി അറിയുകയും രാജാവിനോടും തൻ്റെ ദൈവത്തോടുമുള്ള വിശ്വസ്തതയും കൂറും നിമിത്തം ആ വിവരം തക്ക സമയത്ത് രാജാവിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ വൃത്താന്തം അന്ന് രാത്രി വായിച്ച ദിനവൃത്താന്ത പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ രാജാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 3-ാം വാക്യം, ഇതിനു വേണ്ടി മൊർദെഖായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു? ഇതിനു വേണ്ടി മൊർദെഖായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു? രാജാവിൻ്റെ ഓർമ്മ പദത്തിൽ നിന്ന് മൊർദെഖായിയുടെ ഈ സേവനവും സഹായവും മറന്നു പോയിരുന്നു. ഓർക്കാത്തത് കൊണ്ട് ഒരു ബഹുമാനവും പദവിയും ഈ നാഴിക വരെ മൊർദെഖായിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ തക്ക സമയത്ത് രാജാവ് ദിനവൃത്താന്ത പുസ്തകം തുറന്നപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതിനു പകരമായി ഇതിനു വേണ്ടി അവൻ എന്ത് കൊടുത്തു? ഇതിനെ നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ദൈവനാമത്തിൽ നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ചെറുതും വലുതുമായ പല കാര്യങ്ങൾക്കും ഇൻസ്റ്റൻ്റായിട്ടോ പെട്ടെന്നോ ഒരു പ്രതിഫലം ഉണ്ടായി എന്ന് വരില്ല. എന്നാൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ദിനവൃത്താന്ത പുസ്തകം തുറക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു രാജാവിന് ദിനവൃത്താന്ത പുസ്തകം തുറക്കുവാൻ അറിയാമെങ്കിൽ രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന ദൈവം തൻ്റെ ദിനവൃത്താന്ത പുസ്തകം തുറക്കും. പ്രിയരെ, നാം ദൈവത്തിന് വേണ്ടി ചിലവായത്, ദൈവത്തിന് വേണ്ടി നാം ഓടിയത്, ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ വേണ്ട എന്ന് വെച്ചത്, ദൈവത്തിന് വേണ്ടി സത്യസന്ധതയോടും നേരോടും
പറയുന്നത് ഒക്കെയും ദൈവത്തിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ വിവിധ പേജുകളിൽ കുറിച്ചിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് ദിനവൃത്താന്ത പുസ്തകം തുറക്കുകയും നമുക്കതിൻ്റെ പ്രതിഫലം അല്പം പോലും കുറയാതെ തരികയും ചെയ്യുമെന്ന് ഈ പ്രഭാതത്തിൽ ധൈര്യമായി ഞാൻ വിളിച്ചു പറയട്ടെ. ഇവിടെ ചോദിക്കുന്നുണ്ട് ഇതിനു വേണ്ടി എന്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, മൊർദെഖായിക്ക് പ്രതിഫലമായി ഒന്നും കൊടുത്തില്ല. ഉടനെ രാജാവ് പറയുന്നുണ്ട്, എന്നാൽ രാജാവ് ബഹുമാനിക്കുന്ന മനുഷ്യനെ ഏതെല്ലാം തരത്തിൽ ആദരിക്കണമെന്ന് ഇപ്പോൾ ഈ രാത്രിയിൽ തീരുമാനിക്കുക. ചിലരുടെ ഉറക്കങ്ങൾ കെട്ടുപോകുന്നത്, ചിലർ അസ്വസ്ഥരാകുന്നത് ദൈവമക്കളെ ബഹുമാനിക്കുവാനും ദൈവമക്കളെ മാനിക്കുവാനുമായിട്ടാണ്. ഇവിടെ രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രാകാരത്തിൽ ആരെങ്കിലും ഉണ്ടോ, അതായത് പുറത്ത് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ മൊർദെഖായിക്ക് വേണ്ടി ഒരു കഴുമരം ഉണ്ടാക്കി മൊർദെഖായിയെ കൊല്ലുവാനായിട്ട് ദൈവത്തിൽ നിന്ന് അനുമതി വാങ്ങുവാനായിട്ട് ഹാമാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഹാമാൻ അകത്തു വരുവാനായിട്ട് 6-ാം വാക്യത്തിൽ രാജാവ് കൽപ്പിക്കുന്നു. ഹാമാനോട് രാജാവ് ചോദിക്കുന്നുണ്ട്, രാജാവ് ബഹുമാനിക്കുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, എങ്ങനെ അവനെ ബഹുമാനിക്കണം? ഇവിടെ ഹാമാൻ തെറ്റിദ്ധരിച്ചു പോയി. തന്നെ ആയിരിക്കും രാജാവ് ബഹുമാനിക്കാൻ പോകുന്നത് എന്ന് വെച്ച് അവൻ ഒട്ടും കുറയാതെ പറഞ്ഞു, രാജാവ് ബഹുമാനിക്കുന്ന വ്യക്തിക്ക് രാജവസ്ത്രം ധരിപ്പിച്ച്, രാജാവിൻ്റെ ചെങ്കോൽ പിടിപ്പിച്ച്, രാജകിരീടവും തലയിൽ വെച്ച്, രാജാവിൻ്റെ കുതിരപ്പുറത്തുകൂടി ഈ ദേശത്തിലെല്ലാം ചുറ്റി നടന്നുകൊണ്ട് രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ ഇതാ എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ഹാമാൻ അറിഞ്ഞില്ല മൊർദെഖായിയാണ് രാജാവ് ഇപ്രകാരം ബഹുമാനിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ 11-ാം വാക്യത്തിൽ രാജാവ് ഈ പറഞ്ഞതൊക്കെയും ചെയ്തുകൊണ്ട് മൊർദെഖായിയെ ഇതുവരെ താൻ രാജാവിന് ചെയ്ത ഫേവറിന്, ഉപകാരത്തിന് പ്രത്യുപകാരമായി ഒന്നും ലഭിക്കാത്ത മൊർദെഖായിക്ക് അത് പലിശ സഹിതം 6-ാം അധ്യായത്തിൻ്റെ എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു അഹശ്വേരോസ് രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിന് ഇത്രയധികം പദവിയും മാനവും മൊർദെഖായിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെങ്കിൽ, പ്രിയരെ, നാം ആശ്രയിക്കുന്ന രാജാതി രാജാവായിരിക്കുന്ന സാക്ഷാൽ ലോകരക്ഷിതാവായിരിക്കുന്ന ദൈവത്തിനും ഒരു ദിനവൃത്താന്ത പുസ്തകം അഥവാ ഒരു സ്മരണ പുസ്തകമുണ്ട് എന്ന് മറന്നു പോകരുത്. മലാക്കി പുസ്തകം 3-ാം അധ്യായത്തിൽ ഈ സ്മരണ പുസ്തകത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 3:17 പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെയും ആദരിക്കും. ആരെ? അതിന് തൊട്ട് മുന്നത്തെ വാക്യം പറയുന്നുണ്ട്, യഹോവ ഭക്തന്മാർക്ക് വേണ്ടിയും തൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടിയും ഒരു സ്മരണ പുസ്തകം വെച്ചിട്ടുണ്ട്. അഹശ്വേരോസ് രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഹാമാൻ്റെ പേരുണ്ടായിരുന്നത് പോലെ ദൈവത്തിൻ്റെ സ്മരണ പുസ്തകത്തിൽ യഹോവ ഭക്തന്മാരുടെ പേരുണ്ട്. യഹോവയുടെ നാമത്തെ ഓർക്കുന്നവരുടെ പേരുണ്ട്. യഹോവയുടെ നാമത്തിനു വേണ്ടി ചിലവാകുന്നവരുടെ പേരുണ്ട്. യഹോവയുടെ നാമത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കുന്നവരുടെ പേരുണ്ട്. പലപ്പോഴും ദൈവനാമത്തിൽ ചില നഷ്ടങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില സങ്കടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ചിന്തിക്കുന്നുണ്ട്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ, ദൈവം ഒന്നും ഓർക്കുന്നില്ലേ? എന്നാൽ എസ്തേറിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് വ്യക്തമായി പറയുവാനായിട്ട് സാധിക്കും, വ്യക്തമായും തിട്ടമായും എഴുതപ്പെട്ട ഒരു സ്മരണ പുസ്തകം സ്വർഗം സൂക്ഷിക്കുന്നുണ്ട്. ആ സ്മരണ പുസ്തകത്തിൽ എൻ്റെയും നിങ്ങളുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്പം വൈകിയാലും അഹശ്വേരോസ് രാജാവ് ചോദിച്ചതുപോലെ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതിനു വേണ്ടി അവൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതിനു വേണ്ടി എൻ്റെ പ്രിയ മകൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? അല്പം വൈകിയാൽ പലിശ സഹിതം അത് നമ്മുടെ മാർവിടത്തിലേക്ക് മടങ്ങി വരും. ദൈവം മറന്നു പോകുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയിടുന്ന ദൈവമല്ല. അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായി ഈ വചനധ്യാനത്തിലൂടെ വിശ്വസിക്കാം, ഒരു രാജാവ് ദിനവൃത്താന്ത പുസ്തകം തുറക്കുന്നെങ്കിൽ രാജാതി രാജാവും തീർച്ചയായിട്ടും തൻ്റെ ദിനവൃത്താന്ത പുസ്തകം
തുറക്കും. പക്ഷേ ദൈവം ദിനവൃത്താന്ത പുസ്തകം തുറക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ അവിടെ രേഖപ്പെടുത്തുവാൻ ഈ ലോകയാത്രയിൽ തിടുക്കം നിറഞ്ഞ ഓട്ടത്തിൽ, ഭൗതിക നന്മകൾ വെട്ടിപ്പിടിക്കുവാനായിട്ട് നാം ഓടുന്ന ഓട്ടത്തിൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ശേഷിപ്പിച്ചിട്ടുണ്ടോ? ശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിഷ്ഫലമാകുകയില്ല, അത് വെറുതെയാകുകയില്ല. അത് ഇരട്ടിയായിട്ട്, അത് രാജവസ്ത്രമായിട്ട്, അത് രാജാവിൻ്റെ ചെങ്കോലായിട്ട്, രാജകിരീടമായിട്ട് നമ്മുടെയും നമ്മുടെ തലമുറയിലേക്കും മടങ്ങി വരും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, അങ്ങയുടെ ദിനവൃത്താന്ത പുസ്തകത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടു. അപ്പാ, നിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഞങ്ങളുടെയും പേരുകൾ കാണണമേ. ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്ത ചെറുതും വലുതുമായ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ഉണ്ടാകണമേ. അത് തുറക്കുന്ന ദിവസം വലിയൊരു പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.